Fully sit in the presence of God and listen to the word of God very carefully because we've been studying from book of Revelation. In the previous class, I've been talking about the promise of reward which was given for the church at Smyrna from Revelation chapter 2 verse 17. And we were able to come ഒരുപക്ഷെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആമൻ ഇസബേൽ ആണോ ഇതെന്ന് ഒരുപക്ഷെ അങ്ങോട്ട് പ്രത്യേകിച്ച് എഴുതിയിട്ടില്ലെങ്കിലും യുനോ ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് വുമൺ ജെസബേൽ ഈസ് റിട്ടൺ ദെയർ ദാറ്റ് ദേ ആർ ഷീ ഈസ് ലീഡിങ് ദ തൈത്തേര ബിലീവേഴ്സ് ഫോർ ഓൾ കൈൻഡ്സ് ഓഫ് ഐഡൽ വർഷിപ്പ് ആൻഡ് immoral activities. So that is what we understand from this portion, because here are the punishment for her and her followers mentioned in the New Testament. Okay, which are the punishments given there? It is specifically written there. That is, the first one is individual punishment. ആ സ്ത്രീക്ക് മാത്രമായിട്ടുള്ള ഒരു പണിഷ്മെന്റിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇൻഡീഡ് ഐ വിൽ കാസ്റ്റ് ഹെർ ഇൻ ടു എ സിക്ക് ബെഡ്. എന്താണ്? ഞാൻ അവളെ ഒരു രോഗക്കിടക്കയിലാക്കും, അവളെ കിടപ്പിലാക്കും, അല്ലെങ്കിൽ രോഗക്കിടക്കയിലാക്കും എന്നാണ് ഒന്നാമതായിട്ട് ഇൻഡിവിജ്വലി കൊടുത്തിരിക്കുന്ന പണിഷ്മെന്റ്. ബട്ട് സെക്കൻഡ് പണിഷ്മെന്റ് ഈസ് ദ പണിഷ്മെന്റ് ഓൺ ഹെർ ഫോളോവേഴ്സ്. ഈ സ്ത്രീയെ പിൻപറ്റുന്ന ആൾക്കാർക്ക് മുഴുവൻ ഒരു പണിഷ്മെന്റ് ഉണ്ടാകുമെന്നുള്ളത് രണ്ടാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ദോസ് ഹു കമ്മിറ്റ് അഡൽട്ടറി വിത്ത് ഹെർ ഇൻ ടു ഗ്രേറ്റ് ട്രിബുലേഷൻ. എന്താണ്? അവളുമായിട്ട് ഇങ്ങനെയുള്ള ദുർനടപ്പിൽ ആചരിക്കുന്നതായിരിക്കുന്ന ആളുകൾക്ക് വലിയ കഷ്ടത ഉണ്ടാകും, ഞാൻ അവരെ വലിയ കഷ്ടതയിലാക്കി കളയുമെന്നാണ് സെക്കൻഡ് പണിഷ്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബട്ട് ദ തേർഡ് പണിഷ്മെന്റ് ഈസ് ഓൺ ഹെർ ജനറേഷൻസ്. തൻ്റെ തലമുറകൾക്ക് പോലും ആ പണിഷ്മെന്റ് ബാധകമായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേഴ്സ് 23 അവരുടെ മക്കളെയും ഞാൻ കുന്നുകളെയും ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും, നിങ്ങളുടെ പ്രവർത്തികൾക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. സോ ദ പണിഷ്മെന്റ്, ദ തേർഡ് പണിഷ്മെന്റ് വിച്ച് ഈസ് ഗിവൺ ഫോർ in relation to this woman is her generation. That it says that I will kill her children with the death. So these are the three punishment that we can see from these three verses. Now, we need to understand one thing. This is a warning for today's church also. That we need to understand the hand of God will be heavy on the unrepentant people and their generation. ഏത് സമയത്തും മാനസാന്തരപ്പെടാത്തവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം എപ്പോഴും അനുകൂലമല്ല, പ്രതികൂലം തന്നെയാണ്. ഓക്കെ, ദ ഹാൻഡ് ഓഫ് ഗാഡ് വിൽ ബി ഹെവി എന്നാണ് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ കരം ആർക്കാണ് ഭാരമായിരിക്കുന്നതെന്ന് അറിയാമോ? മാനസാന്തരപ്പെടാത്തവർക്കാണ്, അൺറിപ്പൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കാണ്. അതിനെക്കുറിച്ചാണ് ഈ സഹോദരിയെക്കുറിച്ച്, ഈ സ്ത്രീയെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് വ്യക്തമായിട്ടും കാണാൻ സാധിക്കുന്നത്. ബിക്കോസ് ഇറ്റ് സേസ് ദാറ്റ് ഗോഡ് ഗേവ് ദം മെനി ഓപ്പർച്യൂണിറ്റീസ് ടു റിപ്പന്റ് അബൌട്ട് ദർ സിൻ. You can see that it is mainly written that ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും എന്നാ പറഞ്ഞിരിക്കുന്നത്. Okay, that means I have given many opportunities, many chances to repent about their sin, about her sin, but she or they didn't turn to God. അവർ ദൈവത്തിലേക്ക് മടങ്ങി വരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ they never repent ആയതുകൊണ്ട്, God said the unrepented church will go through severe persecution, severe tribulation. ഒത്തിരി കഷ്ടതകളിലൂടെ അവർ പോകേണ്ടതായിട്ട് വരുമെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഈവൻ when we study about our Holy Communion, നമ്മുടെ കർത്തൃമേശ പിന്നെ ശുശ്രൂഷ നടത്തുന്ന സമയത്ത്, during the time of our Holy Communion, we used to read from 1 Corinthians chapter 11, especially in 1 Corinthians chapter 11 verse 30. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ it says that many among you are sick and some died because they are participating in the Lord's Supper in an unworthy manner or without purity. So this is one of the important points that we need to understand, that whenever the people of God, the children of God, they are participating in the Holy Communion, even here also we can see that if the people of God are not repenting about their sins or their weaknesses, time to time, സമയാസമയങ്ങളിൽ നാം ദൈവത്തിൽ നാം ചെയ്യുന്നതായ തെറ്റുകൾക്ക്, മിസ്റ്റേക്സിന് പരിഹാരം കണ്ടെത്തുന്നില്ലെങ്കിൽ
ഒത്തിരി പ്രയാസങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ദാറ്റ് ഇസ് എ റീസൺ ഇറ്റ് ഈസ് റിട്ടൺ ദാറ്റ് ഇൻ 1 Corinthians chapter 11 verse 30, many among you are sick and some died because they are participating in the Lord's table in an unworthy manner. അയോഗ്യമായിട്ട് കർത്തൃമേശയിൽ അവർ പങ്കെടുത്തു. ദാറ്റ് മീൻസ് വിത്തൗട്ട് പ്യൂരിറ്റി, ദൈവത്തിൻ്റെ സന്നിധിയിൽ വേണ്ട ശുദ്ധീകരണം പ്രാപിക്കാതെ കർത്തൃമേശയിൽ പങ്കെടുക്കും. So you just think about, for an example, think about Ananias and Sapphira. We know what happened with Ananias and Sapphira. Ananias and Sapphira എന്താ സംഭവിച്ചത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. Okay, so they were living in the first century itself. Both of them, they died on the spot. Same day, both of them died. Okay, what is the reason for that? Because they spoke lies against the Holy Spirit. പരിശുദ്ധാത്മാവിന് എതിരായിട്ട് അവരെന്ത് ചെയ്തു? സംസാരിച്ചു, കള്ളം പറഞ്ഞു എന്നാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. Even in Revelation chapter 2 verse 23 also, Jesus said, I am one who searches the minds and hearts. He knows everything, in Revelation chapter 2 verse 23, it is very clearly written, and we read that also, that Jesus said, I am one who searches the minds and hearts. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ് ഞാൻ എന്നാണ് അവിടെ പ്രത്യേകമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. So in the same verse, one more thing Jesus said, I will give to each one of you according to your work. Okay, so that same thing is written in Revelation chapter 22 verse 12 also. Read that verse also, Revelation chapter 22 verse 12. Yeah. Look, I am coming soon. My reward is with me, and I will give to each person according to what they have done. Okay, the same thing is written in this portion also. I will give to each one of you according to your work. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് തക്കതായ പ്രതിഫലം ഞാൻ തരും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഏത് പ്രവൃത്തിയാണോ നമ്മൾ ചെയ്തിരിക്കുന്നത്, ഗുഡ് വർക്കാണോ നമ്മൾ ചെയ്തിരിക്കുന്നത്, അതിനുള്ള പരിഹാരം അതിനുള്ള പ്രതിഫലം ദൈവം തരും. ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, അതിനുള്ളതായിരിക്കുന്ന പ്രതിഫലമായിരിക്കും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടാണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നൗ we will go to chapter 2 verse 24. Chapter 2 verse 24. Can you read that portion, that verse? Chapter 2 verse 24. Yeah. Revelation chapter 2 verse 24. I'm still pulling it up. Sorry. Sorry. Now I say to the rest of you in Thyatira, to you who do not hold to her teaching and have not learned Satan's so-called deep secrets, I will not impose any other burden on you. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയതേരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. Okay, so this is one of the important and serious portion that we are going to discuss this evening time, because when God was giving the messages for the Thyatira church, തുയതൈര സഭയ്ക്ക് വേണ്ടി ദൈവം മെസ്സേജ് കൊടുക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ്ലി പറയുന്നൊരു കാര്യമാണ്, there is a remnant who are in Thyatira church in chapter 2 verse 24. എന്താണ്? ഈ ഉപദേശം കൈക്കൊള്ളാതെയും, ഇസബേലിൻ്റെ ഉപദേശം കൈക്കൊള്ളാതെയും, അവർ പറയും പോലെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയതൈരയിൽ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കൂട്ടം ആളുകൾ, ഒരു ചെറിയ കൂട്ടം റെമനന്റ് ശേഷിപ്പ് ആ സഭയിലുണ്ട്. അവരെ ഈ സാധാന്യമായിരിക്കുന്ന പ്രവർത്തികൾക്ക് ചുമൽ കൊടുക്കുന്നില്ല, അവരതിനെ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ചെറിയ കൂട്ടം അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Here in this particular verse, in chapter 2 verse 24, we see there are still few people, they are not ready to follow the teachings of Jezebel. They are not ready to follow the teachings of Jezebel, but they stood firm for the biblical doctrines and values. Okay, they did not hold these teachings, and they have not known the deep things of Satan എന്നാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തവരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തവർ. They are not known the deep things of Satan, but deep things of Satan അല്ലെങ്കിൽ ദ ഡെപ്ത് ഓഫ് സൈറ്റൻ എന്നൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത് സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തവരെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദ ഗ്രീക്ക് വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഡീപ്പ് തിങ്സ്, അല്ലെങ്കിൽ ഈ സാത്താൻ്റെ ആഴങ്ങൾ എന്ന പദപ്രയോഗത്തിന്
ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം ബേഥോസ് എന്നാണ്. ബേഥോസ് എന്ന് പറയുന്ന ആ ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം യുനോ ആക്ച്വലി ദാറ്റ് ഈസ് ഇറ്റ് വാസ് എ ബാബിലോണിയൻ ഫോൾസ് റിലീജിയൻ. ബാബിലോണിലെ ഒരു യുനോ കള്ളമതമാണ്, അല്ലെങ്കിൽ വ്യാജ മതത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. ബാഥോസ് എന്ന് പറയുന്നത് ബാബിലോണിൽ അന്നുണ്ടായിരുന്ന ഒരു കള്ളത്തരത്തിലുള്ളതായിരിക്കുന്ന ഒരു മതമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ദാറ്റ് ഈസ് എ റീസൺ the Greek word is used there, which means deep things, means it's a Babylonian false religion. And what happened with this religion? ഈ മതവുമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഷോർട്ടായിട്ട് ഇതിനോട് കൊടുത്തിട്ടുണ്ട്. This religion taught that only the priest and the leaders are able to know the secrets. So അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഓൺലി പ്രീസ്റ്റ് ആൻഡ് ലീഡേഴ്സ്, അവരുടെ നേതാക്കന്മാരും പുരോഹിതന്മാരും മാത്രമേ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പാടുള്ളൂ. ദ കോമൺ ബിലീവേഴ്സ് കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ മിസ്റ്ററീസ്. അതായത് ഒത്തിരി രഹസ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മർമ്മങ്ങളുണ്ട് ഇതിനകത്ത്. ഈ മർമ്മങ്ങളൊന്നും ആ മതത്തിലുള്ളതായിരിക്കുന്ന ആളുകൾ ആരും അറിയാൻ പാടില്ല. അന്നത്തെ പുരോഹിതന്മാരും നേതാക്കന്മാർ, ലീഡേഴ്സ് ആയിട്ടുള്ളവർ മാത്രം ഇങ്ങനെയുള്ളതായിരിക്കുന്ന മിസ്റ്ററീസൊക്കെ അറിയാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു ഈ ബാബിലോണിലെ റിലീജിയൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഹാപ്പൻഡ് വാസ് the same thought they insisted among the Christian believers also. Okay, when they were going through that situation, the same religion they were trying to teach and they were trying to insist among the Christian believers also. ഈ മതം എന്ത് ചെയ്യുന്നറിയാമോ, അന്ന് ക്രിസ്ത്യാനികളായിരുന്ന ആളുകളിലേക്ക് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചിന്തകൾ അവർ കൊണ്ടുവരാൻ തുടങ്ങി. And they said only priests are able to know the mysteries of God. So they can only read and explain the Bible, and reading the Bible became restricted to the common believers. അന്നത്തെ സാധാരണക്കാരായിരുന്ന വിശ്വാസികൾക്ക്, ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ വായിക്കാൻ പോലുമുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ഇത് വായിക്കാനുള്ളതായിരിക്കുന്ന അനുവാദം പ്രീസ്റ്റിന് മാത്രമേ ഉള്ളൂ, പുരോഹിതന്മാർക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അവരുടെ ലീഡേഴ്സിന് മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇത് വായിക്കാൻ പാടില്ല. കാരണം ഇതെന്താണ്, ഒരു മിസ്റ്ററിയാണ്. സോ ബൈബിൾ റീഡിംഗ് became restricted to the common believers on those days. So what happened was, this kind of Babylonian religion, they used to print out and publish the Bible only in Latin language, which all others cannot read. Only those leaders and priests can read those Bible verses, because they try to print out and publish the Bible in Latin language. ഈ ലാറ്റിൻ ലാംഗ്വേജിൽ അവർ എന്ത് ചെയ്തു, ബൈബിള് പ്രിൻ്റ് ഔട്ട് ചെയ്ത് കൊടുത്തത് കൊണ്ട് മറ്റാർക്കും അത് വായിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ മാത്രം, അല്ലെങ്കിൽ ലീഡേഴ്സിന് മാത്രമേ, അല്ലെങ്കിൽ പ്രീസ്റ്റിന് മാത്രമേ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നു എന്നാണ് ഹിസ്റ്ററി പറയുന്നത്. ആൻഡ് ഓൾസോ the other problem was, they brought the practice of holy merchandise. The holy merchandise എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് ടിക്കറ്റ് എന്ന് പറയും. ഇൻ്റലിജൻസ് ടിക്കറ്റ്, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ്, ഈ ദണ്ഡവിമോചന ചീട്ടെന്ന് പറയും. ചില സമയത്ത് പാപമോചന ചീട്ടെന്നോ അല്ലെങ്കിൽ ദണ്ഡവിമോചന ചീട്ടെന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ആൾ മരിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ഒരു പെർഗറ്ററി ഉണ്ട്, ശുദ്ധീകരണ സ്ഥലമുണ്ട് അല്ലേ. ആ ശുദ്ധീകരണ സ്ഥലത്ത് ലഭിക്കാവുന്നതായിരിക്കുന്ന ശിക്ഷകളൊക്കെ ഇളവ് ചെയ്തു കൊടുക്കാനായിട്ട് ഇങ്ങനെ അനുവദിക്കണം എന്നുണ്ടെങ്കിൽ അന്നുണ്ടായിരുന്ന മാർപ്പാപ്പയോ അല്ലെങ്കിൽ അന്നുണ്ടായിരിക്കുന്ന പുരോഹിതന്മാരൊക്കെ അവർക്ക് അധികാരമുണ്ട് ഇതിന് ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനായിട്ട്. അങ്ങനെയുള്ളൊരു വിശ്വാസമാണ് ഈ ദണ്ഡവിമോചനം എന്ന് അറിയപ്പെടുന്നത്. നോട്ട് ഓൺലി ദാറ്റ്, ഓൾസോ വൺ മോർ തിങ് ഈസ് ദർ. If somebody is purposefully, you can say, planning to do some kind of evil practices or immoral practices, they can get this intelligence ticket in advance from the priest, and that is the permission for them to do all those practices. And through buying this ticket for money, പൈസ കൊടുത്താണ് ഈ ടിക്കറ്റ് മേടിക്കുന്നത്. ഈ പൈസ കൊടുത്ത് ടിക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ the priest will proclaim their sins are forgiven. അവരുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നുവെന്ന് പ്രീസ്റ്റ് പ്രൊക്ലെയിം ചെയ്യുകയാണ്. അതിന് നമുക്ക് വേണമെങ്കിൽ ഈ കുംഭസാരം എന്നൊക്കെ പറയുന്നതുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്താൻ കഴിയും. ദാറ്റ് ഈസ് ഓൾസോ സെയിം. അവരുടെ പാപങ്ങളെ ഏറ്റുപറയുകയാണ്. ആരോടാണ്? ദേ ആർ ജസ്റ്റ് കൺഫെസിങ് ദെയർ സിൻസ് ടു ദ പ്രീസ്റ്റ്. So that is happening today also, we know, which is the group of people, those who are still continuing that same thing. Okay, so remember one thing, when you read Bible,
there is no human have permission to forgive the sins of the people. നമുക്കാർക്കും ആരുടെയും പാപം ക്ഷമിച്ചു കൊടുക്കാനുള്ള അനുവാദം കർത്താവ് തന്നിട്ടില്ല. നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കുന്നതിന് കുഴപ്പമില്ല. If somebody is doing something harmful thing to anyone, you have permission. You can just forgive it. You can forgive it. But we cannot forgive the sins that a person is doing to God. ദൈവത്തോടൊരാൾ പാപം ചെയ്ത് കഴിയുമ്പോൾ, ദൈവത്തോടൊരാൾ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പാപത്തെ ക്ഷമിച്ചു കൊടുക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല, കർത്താവാണ് ക്ഷമിക്കേണ്ടത്. Okay, so no human have permission to forgive the sins of the people, but only Almighty God has the authority to do that. But this is what happened in those days, that inside the Christian churches, and that led the people to do more sins and evil things. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ ടിക്കറ്റുകൾ അവർക്ക് ലഭിച്ചു കഴിയുമ്പോൾ, പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ പാപമെല്ലാം പരിഹരിക്കപ്പെടും. ഹോളി മെർച്ചൻഡൈസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഇത് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ദണ്ഡനമില്ല, അതിന് വിമോചനം കിട്ടുന്നു. പെർഗറ്ററി ചെന്ന് കഴിഞ്ഞാലും അവർക്ക് വിമോചനം കിട്ടുന്നു. അതിനുള്ള പെർമിഷൻ കൊടുക്കുന്നത് പോലെ നമുക്കതിനെ കാണാൻ സാധിക്കുകയാണ്. So that was one of the important thing that influenced and insisted the Christian believers in the church, which was coming through the spirit of Jezebel. That is what we read in this particular portion. And again, now think about what is the situation of today's church. What is the situation of today's church? What is happening with the people of God today? Even today also what happens in our Christian churches is there are people mingling with the false cultural practices of this world. ഈ ലോകപരമായിരിക്കുന്ന ചിന്തകളിലേക്ക്, ലോകപരമായിരിക്കുന്ന ആചാരങ്ങളിലേക്കും കൾച്ചറുകളിലേക്കും ഇന്ന് അനേക ദൈവമക്കളും മിങ്കിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ വാട്ട് ഹാപ്പൻ വാസ് they are failed to defend themselves from the sin. പാപത്തിൽ നിന്നും അവരെ മാറ്റി നിർത്താനായിട്ട്, പാപത്തോട് പ്രതിരോധിക്കാനായിട്ട് പലപ്പോഴും ഇന്ന് വിശ്വാസികൾക്ക് സാധിക്കുന്നില്ല. ഇന്ന് ക്രിസ്തീയ സഭകളിലെ പരാജയത്തിന് ഒരു കാരണം അതാകാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൻഡ് ഓൾസോ വാട്ട് ഹാപ്പൻസ് ടുഡേ, ദി അബ്സല്യൂട്ട് ട്രൂത്ത്സ് ആർ ഫോർസേക്കൻ. ഇതാണ് സത്യത്തിലുള്ളതായിരിക്കുന്ന ആത്യന്തികമായിരിക്കുന്ന സത്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഇന്ന് മറന്നു കളഞ്ഞിരിക്കുകയാണ് വിശ്വാസികൾ. ഓക്കെ, ആൻഡ് ഓൾസോ അഡോപ്ഷൻ ഓഫ് മോഡേണിസം. ഓക്കെ, ഈ മോഡേണിസം, ഇന്നത്തെ ഈ ആധുനികമായിരിക്കുന്ന കാലഘട്ടത്തിലുള്ള സംഭവങ്ങളെല്ലാം ഇന്ന് ദൈവസഭകളിലേക്ക് അഡോപ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ലവ് ഓഫ് മണി ആൻഡ് പവർ, അല്ലെങ്കിൽ അധികാരമോഹവും ദ്രവ്യാഗ്രഹവും ഒക്കെ കടന്നുകൂടിയിട്ട് ദൈവസഭകളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇന്ന് നാം ജീവിക്കുന്നത്. നോട്ട് ഓൺലി ഓൺ ദോസ് ഡേയ്സ്, all these things are happening today also in many of the places and in many of the churches. But here Jesus says that there are few people. Okay, that is what we read in verse 24, right? Here it says that there are few people or a remnant who does not know the secret things of Satan. എന്താണ്? സാത്താൻ്റെ ആഴങ്ങളെ അറിയാത്തൊരു ചെറിയ കൂട്ടം ആളുകൾ ഈ തുയതര സഭയിലുണ്ടായിരുന്നു. വിച്ച് മീൻസ് ദ പീപ്പിൾ ഹു ഡസ് നോട്ട് ഫോളോ ദ പ്രാക്ടീസസ് ഓഫ് സൈറ്റൻ. സാത്താൻ്റെ ചിന്തകളെയും സാത്താന്യമായിരിക്കുന്ന പ്രവൃത്തികളെയും സാത്താന്യമായിരിക്കുന്ന ആചാരങ്ങളെയും ഫോളോ ചെയ്യാൻ മടിയുള്ളതായിരിക്കുന്ന, അതിനെ എതിർക്കുന്നതായിരിക്കുന്ന ചെറിയൊരു കൂട്ടം ആളുകൾ ആ സഭയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ the deeds of Satan is known as the false teachings, or which was prevailing among the believers of Thyatira. ആ സഭയിൽ തന്നെ അന്ന് പ്രിവെയിൽ ചെയ്തുകൊണ്ടിരുന്നതായിരിക്കുന്ന സാത്താന്യമായിരിക്കുന്ന പഠിപ്പിക്കൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയുന്ന ആഴങ്ങൾ എന്ന് പറയുന്നത് അന്നത്തെ ഫോൾസ് ടീച്ചിങ്സ് ആയിരുന്നു. അതിനെക്കുറിച്ചാണ് അവിടെ സാത്താന്യമായിരിക്കുന്ന ആഴങ്ങളെക്കുറിച്ച് അറിയാത്തവരെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം, പക്ഷേ അവർ ഫോളോ ചെയ്യാത്തവരായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സോ നൗ we will study about some of the direct influence of Satan in 3 churches. So we've been learning about Smyrna church and Pergamos and Thyatira. So when we go through these churches, we understand the direct influence of Satan in 3 churches. Okay, first of all, when we were studying about the Smyrna church, Smyrna സഭയെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു. In Smyrna church, there were people from the synagogue of Satan. അല്ലേ, 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ്. ഇനി വായിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പഠിച്ചതാണ്. Chapter 2 verse 9 says that
In Smyrna church, there were people from the synagogue of Satan. സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ആമേൻ. അപ്പോൾ സാത്താന്യമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ അവിടെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വന്നതായിരിക്കുന്ന ആളുകൾ ആമേൻ സ്മിർന സഭയിൽ ഉണ്ടായിരുന്നെന്ന് 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ആൻഡ് വെൻ വി സ്റ്റഡി അബൌട്ട് പെർഗമോസ്, പെർഗമോസ് ദർ വാസ് എ ത്രോൺ ഓഫ് സൈറ്റൻ, അല്ലേ? എന്താണ് 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നത്? ചാപ്റ്റർ 2 വേഴ്സ് 13 പറയുന്നത് എന്താണ്? അവിടെ സാത്താൻ്റെ സിംഹാസനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്മിർന ചർച്ചിലെ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വന്നവരെന്ന് പറയുമ്പോൾ, പെർഗമോസിനെ കുറിച്ച് പറയുന്നത്, പെർഗമോസിൽ എന്തുണ്ടായിരുന്നു? സാത്താൻ്റെ സിംഹാസനം ഉണ്ടായിരുന്നു. ദെൻ വെൻ വി കം ടു ദ തൈത്തൈറ ചർച്ച്, തൈത്തൈറ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് there was the depth or the secrets of Satan, the secrets of Satan or the depth of the Satan in chapter 2 verse 24. എന്താണ്? സാത്താൻ്റെ ആഴങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ബട്ട് റിമെമ്പർ വൺ തിങ്, ഹിയർ വി സീ there are only few people, and there will be only few people in the churches also in the coming days. Okay, those who want to be faithful and standing firmly for the biblical doctrines. കർത്താവിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങൾക്ക് വേണ്ടി അവസാന നിമിഷം വരെ നിൽക്കാനായിട്ട് ഒരുപക്ഷെ എല്ലാ സഭകളിലും എല്ലാവരും ഒന്നും ഒരുപക്ഷെ അങ്ങനെ നിന്നിരിക്കത്തില്ല. ഒരു ചെറിയ കൂട്ടം ആളുകൾ എല്ലാ സഭകളിലും ഈ വിശ്വാസത്തിന് വേണ്ടി ഉറപ്പോടുകൂടെ ധൈര്യത്തോടുകൂടെ ഒരു ബിബ്ലിക്കൽ ഡോക്ട്രിൻസിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചെറിയ കൂട്ടം ആളുകളെങ്കിലും എല്ലാ സഭയിലും കാണാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ഏത് കാലഘട്ടത്തിലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. Now we will go to the next thing that we need to understand. There are some people who stood against the false practices in the history. അപ്പോൾ നമ്മൾ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് പേരുടെ കാര്യം മാത്രം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്കൊരു ബലം കിട്ടാൻ വേണ്ടി 3 പേരുടെ പേര് പറഞ്ഞിട്ട് ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പെട്ടെന്ന് ചിന്തിക്കാം. സോ some of the people, they were standing firm in Christ, and some of the people, they were standing against the false practices in history. തെറ്റായ പ്രാക്ടീസസിനും തെറ്റായ പഠിപ്പിക്കലിനും ഒക്കെ എതിരായിട്ട് അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് നിന്നതായിരിക്കുന്ന ധാരാളം പേരെ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെതായ നിലവാരത്തിൽ അവരെന്ത് ചെയ്തു? ഒത്തിരി പെർസിക്യൂഷനിലൂടെ പോകേണ്ടതായിട്ട് വന്നു, ഒത്തിരി കഷ്ടതകളിലൂടെ അവരെ പോകേണ്ടതായിട്ട് വന്നു. ഈവൻ ഇൻ ദ ഫസ്റ്റ് സെഞ്ചുറി there were someone who stood against the false practices. I'll give you some of the examples. You might have heard about all these people. The first person is John Wycliffe. Okay, John Wycliffe, what happened with him was, he said, I will try to make the Bible available for all the common people. I told you earlier that in the a few minutes ago I told you that there was a Babylonian religion, and they were not publishing the Bible in their own language, and they were restricting the people, the common believers, to not to read the Bible. ബൈബിൾ വായിക്കാൻ പാടില്ല, ഇത് ഒത്തിരി മിസ്റ്ററീസ് ആണ്, ഇത് നിങ്ങളൊന്നും വായിച്ച് മനസ്സിലാക്കേണ്ടതല്ലെന്ന് പറഞ്ഞ് ബൈബിള് അവൈലബിൾ അല്ലാതെ ആക്കിയിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ജോൺ വിക്ലിഫ്, ഈ വിക്ലിഫ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? ഹി സെഡ്, ഐ വിൽ ട്രൈ ടു മേക്ക് ദ ബൈബിൾ അവൈലബിൾ ഫോർ ഓൾ ദ കോമൺ പീപ്പിൾ. എല്ലാ ജനത്തിനും ബൈബിള് വായിക്കത്തക്കവണ്ണം ഞാൻ അതിനുള്ള പദ്ധതി ഒരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. And he said it should not be limited to only the priest. Okay, the Bible reading is not limited to the only priest, but he started to translate the Bible, and he distributed the Bible to many people. Okay, he went through many persecutions because of the reason. Okay, only because of he was translating and distributing the Bible, he went through the persecutions in different times. Okay, and the second person is Jan Hus. Jan Hus was one of the disciples of Wycliffe. He stood firmly for biblical truth. വളരെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യത്തിന് വേണ്ടി നിലനിന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു ജാൻ ഹസ് എന്ന് പറയുന്ന മനുഷ്യൻ. Okay, so during his days, what happened was the church leadership said you should not stand against the leaders. Okay, so he was almost standing against the leaders of that church all those days, because he was knowing that all these false practices are going on here, rituals are happening here. We should not allow all these things in our church. And because of that reason, the church leaders on those days, they said, you should not stand against the leaders. If you do that,
you will be imprisoned and you will be killed. നീ അന്നത്തെ ലീഡേഴ്സിനെതിരായിട്ട് നിലനിന്നാൽ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ നിന്നെ ഞങ്ങൾ കാരാഗ്രഹത്തിലിടും, ജയിലിലിടും, അല്ലെങ്കിൽ നീ മരിക്കേണ്ടതായിട്ട് വരുമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ബട്ട് ഹിസ് റിപ്ലൈ വാസ് ലൈക്ക് ദിസ്: ഈവൻ ഇഫ് യു ഓഫർ മീ എ ചാപ്പിൾ ഓഫ് ഗോൾഡ് ഓർ ഗോൾഡൻ ബിൽഡിംഗ്, ഐ വോണ്ട് റിജക്ട് ദ ട്രൂത്ത് ഓഫ് ദ ബൈബിൾ. ആൻഡ് ഹി വാസ് ബോൺഡ് അലൈവ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കൂട്ടം അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് നിറച്ച് സ്വർണം എനിക്ക് തരാം എന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും ഈ വചനത്തിൻ്റെ സത്യങ്ങളെ റിജക്റ്റ് ചെയ്യത്തില്ല, ഞാൻ സ്റ്റേണായിട്ട് നിൽക്കും എന്ന് പറഞ്ഞപ്പോൾ ഹിസ്റ്ററി സേസ് ദാറ്റ് ആൻഡ് ഹി വാസ് ബോൺഡ് അലൈവ്. ജീവനോടെ അവനെ ചുട്ടുകൊന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്, ഹിസ്റ്ററിക്കകത്ത് വായിക്കുന്നത്. ആൻഡ് the third person, there are two people, okay? Hugh Leitmer and Nicholas Rightly. These people, they were burned alive for the truth of Bible. ഇവരും ഇതുപോലെ തന്നെ സത്യത്തിന് വേണ്ടി നിലനിന്നുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെയും എന്താണ് ജീവനോടെ അവരെ ചുട്ടുകരിക്കുന്നതായിരിക്കുന്ന അനുഭവമാണ് ഹിസ്റ്ററിയിൽ എഴുതിയിട്ടുള്ളത്. സോ the reason that I was explaining about all these people who stood for the faith very firmly, very strongly, the reason is, I need to exhort everyone. I need to encourage every one of you this evening time that do not allow any false practices or rituals or any immoral activities or idol worship or some kind of satanic works into your life or into your family, into your church. Rather, let us all stand together in unity and fight against all those things and stand firm for the truth of the word of God. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ലോകപ്രകാരമായിരിക്കുന്ന അല്ലെങ്കിൽ സാധാരണമായിരിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സഭയിലോ ഒന്നും അവൻ കയറിക്കൂടാനിടവരാതെ കർത്താവിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങൾക്ക് വേണ്ടി അവസാന നിമിഷം വരെയും പോരാടി നിൽക്കുവാൻ തക്കവണ്ണം, സ്ട്രോങ് ആയിട്ട് നിൽക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ this was the weak point which is mentioned about the Thyatira church in this particular portion, and that is the point number C, right? Now we are moving into the point number D. Point number D is the command which is given for the Thyatira church. Let's read Revelation chapter 2 verse 25. Except to hold on to what you have until I come. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. This is a beautiful command which is given for the Thyatira church. What is that? But until I come, you must hold firmly to the teachings you have. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ, കർത്താവിൻ്റെ വരവ് വരെ എന്ത് ചെയ്യുക? പിടിച്ചുകൊള്ളുവീൻ. നിങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞാൽ എത്രത്തോളം അവർക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് പിടിച്ചുകൊണ്ട് ഹോൾഡ് ഓൺ. ഓക്കെ, സോ ഹോൾഡ് ഫേംലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടു ദ ടീച്ചിങ്സ് യു ഹാവ് എന്ന് അവരോട് ഒരു കമാൻഡ് പോലെ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അഗെയിൻ the point number E is the promise of reward. That is from chapter 2 verses 26 through 28. Okay, so the promise of reward, we are going to read that portion also. Revelation chapter 2 verses 26 through 28. Yeah. To the one who is victorious and does my will to the end, I will give authority over the nations. That one will rule them with an iron scepter and will dash them to pieces like pottery, just as I have received authority from my Father. I will also give that one the morning star. Whoever has ears, let them hear what the Spirit says to the churches. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. Okay. In Revelation chapter 2 verses 26 to 28, 26ാമത്തെ വാക്യം തൊട്ട് 28ാമത്തെ വാക്യം വരെയും കാണുന്നത് the promise of reward ആണ്. ദൈവം ആ സഭയിലെ ജനത്തിന് കൊടുക്കാനിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള വാഗ്ദാനമാണ് കൊടുത്തിരിക്കുന്നത്. What is the first one? It is written there in verse 26 that the authority over the nations, that is the first reward which was offered for the people, those who were living in faith
in the church at Thyatira. Authority over the nations. To whom it is given? To those who overcome. To those who overcome. And also to those who obey the commandments until the end. അവസാനം വരെ ദൈവത്തിൻ്റെ ആമേൻ വചനങ്ങളെയും കൽപ്പനകളെയും കാത്തു സൂക്ഷിക്കുന്നവർക്ക് കർത്താവ് കൊടുത്തതായിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട പ്രോമിസാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഹിയർ യു റീഡ് ദാറ്റ് അതോറിറ്റി ഓവർ ദ നേഷൻസ് മീൻസ് വി വിൽ ഹാവ് ദ കിങ്ഡം ആൻഡ് വി വിൽ റൂൾ ഓവർ ദ നേഷൻസ്. നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബിക്കോസ് ഇൻ ജോൺ ചാപ്റ്റർ 5 വേഴ്സസ് 22 and 27 we are reading about that. What is the authority that which is given for the people of God, those who are going to overcome. ജയിക്കുന്നവർക്ക് ദൈവം കൊടുക്കാനിരിക്കുന്നതായ അനുഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ജോൺ ചാപ്റ്റർ 5 വേഴ്സസ് 22 and 27. ആദ്യം 22 വായിക്കാം, then we will read 27 also. John chapter 5 verses 22 and 27. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. 27. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. John Okay. 5, oh, John 5, verse 22. Moreover, the Father judges no one, but has entrusted all judgment to the Son. And verse 27. And he has given him authority to judge him because he is the Son of Man. Okay, thank you. So this promise is not only given for the Thyatira church. It is for everyone, those who are living and those who are faithfully serving God. So the authority over the nations, which means that we are going to have the kingdom, and we are going to have the authority to rule over the nations. അനേക എന്താണ് ജാതികൾ എന്ന് പറഞ്ഞിരിക്കുന്ന നേഷൻസിനെ, അനേക രാഷ്ട്രങ്ങളെ ഭരിക്കാനുള്ളതായിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയും അധികാരവും ദൈവം നമുക്ക് തരാൻ പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. When in John chapter 5 verses 22 and 27 we already read that the authority of judgment is given in the hands of God. ദൈവത്തിൻ്റെ കൈകളിലാണ് ആ അധികാരം കൊടുത്തിരിക്കുന്നത്. ഏതാ? ന്യായവിധിക്ക് വേണ്ടിയുള്ള അധികാരം ദൈവത്തിൻ്റെ കയ്യിലാണ്, ദൈവം കർത്താവിൻ്റെ കയ്യിലാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. And during the time of millennial kingdom, the real Christians and followers of Jesus Christ also will be with him, and we also will be given the authority to judge and rule the nations and unbelievers, those who were not caught up in the second coming of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടാതിരിക്കുന്ന ആമേൻ എല്ലാ മാനസാന്തരപ്പെടാത്തവർക്ക്, അല്ലെങ്കിൽ എന്താണ് ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയവർക്ക്, അല്ലെങ്കിൽ അൺബിലീവേഴ്സ് ആയിട്ടുള്ളവർക്ക്, അവിശ്വാസികളായിട്ടുള്ളതായിരിക്കുന്ന എല്ലാ രാഷ്ട്രങ്ങൾക്കും, എല്ലാ ജാതികൾക്കും, നേഷൻസിനെല്ലാം ആമേൻ സ്തോത്രം, അന്നൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ള വചനം പറയുന്നുണ്ട്. ഈവൻ ഡ്യൂറിങ് ദ ടൈം ഓഫ് മില്ലേനിയൽ കിങ്ഡം ഉണ്ടല്ലോ, ഈ എന്താണ് സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്ത് ഹല്ലേലൂയ നമ്മളെല്ലാവരും അവൻ ചേർന്ന് അന്ന് നമുക്കും വാഴുവാനുള്ളതായിരിക്കുന്ന, അധികാരം നടത്താനുള്ളതായിരിക്കുന്ന അതോറിറ്റിയാണ് കർത്താവ് തന്നിരിക്കുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. ആൻഡ് റെവലേഷൻ ചാപ്റ്റർ 2 verse 26 is the quotation from Psalm number 2 verses 8 and 9. നമുക്കറിയാവുന്നത് സങ്കീർത്തനം രണ്ടാം സങ്കീർത്തനത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങളിൽ നിന്നാണ് കോട്ട് ചെയ്തിരിക്കുന്ന വാക്യമാണ് റെവലേഷൻ ചാപ്റ്റർ 2 verse 26 എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് ഇൻ റെവലേഷൻ ചാപ്റ്റർ 2 verse 27, in Revelation chapter 2 verse 27, it says that the rebellious people, the wicked people will be like vessels of the potter, okay, and broken to പീസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്താണ്, അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയിക്കും, അവർ കുശവൻ്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും എന്നാണ് വേഴ്സ് 27 പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് സേസ് ദാറ്റ് ദ റിബല്യസ് പീപ്പിൾ, when the rebellion is given for the people, when the people are rebellious against against God and all those people, and we know that these wicked people will be like a vessels of potter and broken to pieces. They will be broken to pieces. In Jeremiah chapter 19 verse 11 also we are reading about that. Can you read that portion maybe? Jeremiah chapter 19 verse 11, which is almost equal for the thing which is written in the Revelation also. Okay,
So what is going to happen for the rebellious people and wicked people? That is a judgment. Jeremiah chapter 19, verse 11. And say to them, This is what the Lord Almighty says: I will smash this nation and this city just as this potter's jar is smashed and cannot be repaired. They will bury the dead in Topheth until there is no more room. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നന്നാക്കി കൂടാതവണ്ണം കുശവന്റെ പാത്രം ഉടച്ചു കളഞ്ഞതുപോലെ ഞാൻ ഈ ജനത്തെയും ഈ നഗരത്തെയും ഉടച്ചു കളയും. അടക്കം ചെയ്യുവാൻ വേറെ സ്ഥലമില്ലായതുകൊണ്ട് അവരെ തോഫത്തിൽ അടക്കം ചെയ്യും. Okay, so in that the same thing, at the same time, in this verse also we are reading again about the second thing, the second reward which is promised for the church at Thyatira and all other people, those who are strongly living for Christ. It is morning star is the second reward. Morning star എന്താണ്? ഉദയ നക്ഷത്രം ഞാൻ അവർക്ക് കൊടുക്കും, ഞാൻ അവന് ഉദയ നക്ഷത്രം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. So that is even in Revelation chapter 22 verse 16 also we are reading about that I will be giving the morning star for those who are overcoming. The meaning is Jesus himself is the morning star. അല്ലേ? നമ്മൾ Revelation chapter 22 verse 16 വായിക്കുന്ന ഉടനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ജീസസ് ഹിംസെൽഫ് ഈസ് ദ മോർണിംഗ് സ്റ്റാർ. കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് ആര്? ഈ മോർണിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഉദയ നക്ഷത്രം എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാൻ തക്കണം സാധിക്കുന്നുണ്ട്. സോ ലാസ്റ്റ് വീക്ക് ആൻഡ് ദിസ് വീക്ക്, tonight also we were learning about the church at Thyatira and the messages which was given for the Thyatira church. തുയത്തൈര സഭയ്ക്ക് ദൈവം കൊടുത്ത മെസ്സേജുകളെ കുറിച്ചാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിവിടെ അവസാനിക്കുകയാണ്. സോ now we are just entering into chapter 3, Revelation chapter 3. There we are reading about the fifth church, which is known as the Sardis. Okay, the church at Sardis, the church at Sardis. Okay, so let us read Revelation chapter 3 verses 1 to 6. 1 to 6. To the angel of the church in Sardis write, These are the words of him who holds the 7 spirits of God and the 7 stars. I know your deeds. You have a reputation of being alive, but you are dead. Wake up, strengthen what remains and is about to die, for I have found your deeds unfinished in the sight of my God. Remember therefore what you have received and heard. Hold it fast and repent. But if you do not wake up, I will come like a thief, and you will not know at what time I will come to you. Yet you have a few people in Sardis who have not soiled their clothes. They will walk with me dressed in white, for they are worthy. The one who is victorious will, like them, be dressed in white. I will never blot out the name of that person from the book of life, but will acknowledge that name before my Father and his angels. Whoever has ears, let them hear what the Spirit says to the church. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേര് സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുൻപിലും അവന്റെ പേര് ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. Okay, so now we are going to look into about the Sardis church. സർദീസ് സഭയെക്കുറിച്ച് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഒരു സ്ലൈഡെങ്കിലും നമുക്ക് പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. So the church at Sardis, okay, first of all we are going to learn about the city where the church was located. Okay, we were reading that portion, that's fine, Revelation chapter 3 verses 1 to 6. At the same time, in order to understand what was the importance of the messages given for the church at Sardis, we need to understand what is the historical background of the city. അല്ലേ? ആ ദൈവസഭയുടെ പ്രത്യേകതകളും അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് ദൈവം കൊടുത്ത ദൂതുകളുടെ പ്രത്യേകതകളും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ
അന്നത്തെ ആ സിറ്റി എങ്ങനെയുള്ളതായിരുന്നു, അല്ലെങ്കിൽ ആ സഭ സ്ഥാപിക്കപ്പെട്ട സിറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് ആ സഭയ്ക്ക് കൊടുത്തിരുന്ന ദൂതുകളുടെ പ്രത്യേകതകളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ദ സിറ്റി വേർ ദ ചർച്ച് വാസ് ലൊക്കേറ്റഡ്, അവിടെ സ്ഥാപിക്കപ്പെട്ടിരുന്ന ദൈവസഭ, അല്ലെങ്കിൽ അല്ലെങ്കിൽ സോറി, ആ സഭ സ്ഥാപിക്കപ്പെട്ടിരുന്ന സിറ്റി, ആ പട്ടണത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ലിഡിയ വാസ് വൺ ഓഫ് ദ പ്രോവിൻസസ് ഓഫ് ഏഷ്യ മൈനർ ആൻഡ് സർദീസ് വാസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ലിഡിയ. ലുദിയ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ലുദിയ എന്ന് പറയുന്ന സ്ഥലം ഏഷ്യ മൈനറിലെ ഒരു പ്രോവിൻസ് ആയിരുന്നു. മാത്രമല്ല, സർദീസ് വാസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ലിഡിയ. ഈ ലുദിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു സർദീസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ സർദീസ് വാസ് 30 miles away from തൈത്തേര സിറ്റി. തുയത്തേര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് 30 മൈൽ അകലെയായിരുന്നു സർദീസ് എന്ന് പറഞ്ഞ സിറ്റി. യു ക്യാൻ സീ ദ ancient city of Sardis in this particular slide and PowerPoints, and you can see that. So, and also, city was surrounded by many mountains. City was surrounded by many mountains. അനേക മലകളാൽ, പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടന്നതായ ഒരു സ്ഥലമായിരുന്നു, ഒരു സിറ്റി ആയിരുന്നു ഈ സർദീസ് എന്ന് പറയുന്നത് എന്നുള്ളത് ആ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഓൾസോ ഇറ്റ് വാസ് എ ട്വിൻ സിറ്റി. ഇറ്റ് വാസ് എ ട്വിൻ സിറ്റി, അതായത് രണ്ട് മലകൾ രണ്ട് സിറ്റികൾ ചേർന്നുള്ള ഒരു സിറ്റി ആയിട്ടാണ് അതിനെ കാണാൻ സാധിക്കുന്നത്. പിക്ചറിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, രണ്ട് ഭാഗമായിട്ടാണ് ആ സിറ്റി കിടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ പറയുന്നത് ഇരട്ടപ്പട്ടണം അല്ലെങ്കിൽ ട്വിൻ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഓൾസോ ദ സിറ്റി ഓഫ് സർദീസ് വാസ് എ വെൽത്തി സിറ്റി. വളരെ സമ്പന്നമായിരിക്കുന്ന ഒരു സിറ്റി ആയിരുന്നു ഈ സർദീസ് എന്ന് പറഞ്ഞ സിറ്റി എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആൻഡ് ഓൾസോ വൺ മോർ തിങ് ദാറ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ദർ വെർ 2 rivers in the city. ഈ സിറ്റിക്കകത്ത് 2 പ്രധാനപ്പെട്ട നദികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ദ റിവർ ഹെർമസ് ആൻഡ് ദ റിവർ പാക്ടോലസ്. ഓക്കെ, ഹെർമസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പാക്ടോലസ് എന്ന് പറയുന്ന 2 നദികൾ അന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ സിറ്റി മുഴുവൻ വെള്ളം കൊടുത്തിരുന്ന, അല്ലെങ്കിൽ ആ സിറ്റി മുഴുവൻ ഫലപുഷ്ടമാക്കിക്കൊണ്ടിരുന്ന ഒരു 2 നദികളായിരുന്നു എന്നുള്ളത് അറിയപ്പെടുന്നു. ആൻഡ് ഓൾസോ ഗോൾഡ് വാസ് അവൈലബിൾ ഫ്രം ദ സാൻഡ് ഓഫ് ദീസ് റിവേഴ്സ്. ഈ നദീതീരത്ത് നിന്ന് എടുക്കുന്നതായിരിക്കുന്ന മണലിൽ നിന്ന് ധാരാളം സ്വർണം അവർക്ക് അന്ന് അവൈലബിൾ ആയിരുന്നു എന്ന് അറിയപ്പെടുന്നു. ആൻഡ് ഓൾസോ ദ സിറ്റി വാസ് നോൺ ആസ് ദ മോസ്റ്റ് സെക്യൂർഡ് സിറ്റി ആൻഡ് ദേ തോട്ട് ദാറ്റ് നോ അതർ എംപയർ ക്യാൻ ക്യാപ്ചർ ദിസ് സിറ്റി. ഓക്കെ, അതായത് അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ സിറ്റി വളരെ സെക്യൂർഡാണ്, ആർക്കും ഇതിനകത്ത് കയറാൻ ഒക്കത്തില്ല, ഒരു എംപയറിനും ഒരു ചക്രവർത്തിക്ക് ഇതിനകത്ത് വന്ന് കയറിക്കൂടാൻ ഒക്കത്തില്ലെന്ന് വളരെ പ്രൗഡായിട്ടിരുന്ന ആൾക്കാരായിരുന്നു അന്നുണ്ടായിരുന്ന ആ സ്ഥലത്തെ ആളുകളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ പീപ്പിൾ ഓഫ് ദ സിറ്റി വെർ പ്രൗഡ് ഓഫ് ദ സെക്യൂരിറ്റി ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. അവർക്ക് ഒത്തിരി സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ഓവർ കോൺഫിഡൻസ് അവർക്കുണ്ടായിരുന്നത് കൊണ്ട് ഒരു ഗ്രേറ്റ് ഫോളിലേക്ക് അവർ പോയി. Okay, the people of the city were proud of the security and self-confidence, but that overconfidence led them to a great fall എന്നാണ് കാണാൻ സാധിക്കുന്നത്. Because they thought they are always secure and they have wealth and nobody can attack them. But unexpectedly what happened was something happened there. The history very clearly says that Croesus was the king of Lydian province, and he came there in before BC 549. But in BC 549 എന്താ സംഭവിച്ചു? The Persian king Cyrus conquered the palace of Croesus and he became the king. അപ്പം ക്രോയസസ് എന്ന് പറയുന്ന ആ രാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലത്തേക്ക് എന്ത് ചെയ്യുകയാണ്, ഈ പേർഷ്യൻ കിങ് ആകുന്ന സൈറസ് വന്നിട്ട് 549 അതിനെ പിടിച്ചടക്കി അവിടെ രാജാവായിട്ട് മാറി. ആൻഡ് ഇൻ BC 334 അലക്സാണ്ടർ ദ ഗ്രേറ്റ് ബിക്കേം ദ എംപറർ. അലക്സാണ്ടർ ദ ഗ്രേറ്റ് അന്നത്തെ ആ രാജ്യത്തിൻ്റെ എംപററായിട്ട് മാറാൻ തക്കവണ്ണം എവിടെയായി തീർന്നു. ദെൻ ഇൻ BC 214 സെല്യൂസിഡ് ആന്റിയോക്കസ് എന്ന് പറയുന്ന ആ എംപറർ കോൺകേർഡ് ദ സിറ്റി
then in BC 133, 133 BC, the city was captured by Roman Emperor Tiberius under the territory of Roman Empire. So city ഒരു പരിധി വരെ അവരെ പല രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആളുകൾ ഈ സർദിസ് സിറ്റിയെ പിടിച്ചടക്കി അവരെ ഭരിക്കാൻ തുടങ്ങി. അവിടെ അനാവശ്യമായിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് തുടങ്ങി ഉള്ള വിവരമാണ് നമുക്ക് ഇവിടെ നിന്ന് ഈ ഹിസ്റ്ററിയിൽ നിന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നത്. സോ വി വിൽ ബി ലേണിംഗ് മോർ അബൌട്ട് the church at Sardis in the coming days. So let us all bow down our heads and pray for every one of us that when we were studying about the church at Thyatira, and also as we are going to study about the church at Sardis also, we need to know many things about all these things. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. കാരണം നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമുക്ക് തന്നിരിക്കുന്ന അനുഭവമാണ്, അവസരമാണ് നമുക്ക് ഈ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനം പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് വളരെ ശക്തമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് ഓരോ ദിവസവും ബലപ്പെടുത്തട്ടെ. നമ്മുടെ സഭയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. അതിനുവേണ്ടി എല്ലാം നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കാം.